ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുനാണ്. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒന്നാണിത്. ബേക്കറിയിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1.5 കപ്പ് പാൽപ്പൊടി. ഇത് ഞാൻ 250 ml കപ്പിലാണ് അളന്നിരിക്കുന്നത്. റവ 3 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ മൈദ, ചെറു ചൂടുള്ള പാല് 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും വേണ്ട. ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ 3 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് ഗുലാബ് ജാമുനുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് റവയും മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ ചെറു ചൂടുള്ള പാലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഒരു 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്കും റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വരും. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ പാൽപ്പൊടി ഇട്ട് അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും കൂടെ ആഡ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ച് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൂട്ടുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അധികം ഹാർഡായിട്ട് മിക്സ് ചെയ്യരുത്, വളരെ സോഫ്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഹാർഡായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുലാബ് ജാമുനും ഭയങ്കര ഹാർഡായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ. അതിനുശേഷം ഒരു 4 ടേബിൾ സ്പൂൺ പാല് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുഴച്ച് ഈ ഒരു പരുവത്തിൽ എടുത്ത് വയ്ക്കാം. അതിനുശേഷം ചെറിയ ചെറിയ ഉരുളകളായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇപ്പോൾ ഏകദേശം ഒന്ന് അമർത്തി നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉരുളകളൊക്കെ റെഡിയാക്കി എടുക്കാം. ഇതുപോലെ. അതിനുശേഷം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ലായനി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഒരു 6 ഏലക്ക ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1.5 കപ്പ് വെള്ളം. ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു 7 കാഷ്യൂ നട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണിത്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് പഞ്ചസാരയും വെള്ളവും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. അതിനുശേഷം ഏലക്കായും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നാരങ്ങനീരൂടെ കട്ടിപ്പാവുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അതായത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസിലേക്ക് പോകണ്ട, അതിനുവേണ്ടി നമുക്കിത് ഇറക്കി വയ്ക്കാം. നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോളുകൾ വറുത്തെടുക്കാം. അതിനൊരു പാത്രം അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഓരോ ബോളുകളായിട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പോൾ കുക്ക് ചെയ്യേണ്ടത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ നന്നായിട്ട് കുടിക്കും. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലാവുമ്പോൾ പെട്ടെന്ന് കറുത്തു പോകും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ കളറാവുന്നത് വരെ അത് വറുത്ത് കോരിയെടുക്കാം. അതിനുശേഷം ചൂടിൽ തന്നെ നമുക്ക് പഞ്ചസാര ലായനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേക്കറിയിൽ നിന്നും മേടിക്കുന്ന അതേ ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം.
അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. പ്ലീസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഓൾ.